മോൾ എന്താ ഈ ആലോചിക്കുന്നേ? അമ്മ വന്നത് പോലും നീ അറിഞ്ഞില്ലല്ലോ വേദു. 3-4 ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി കിടക്കാൻ വന്നവൾ ആലോചനയോടെ ഇരിക്കുന്നത് കാണി കയ്യിലിരുന്ന വെള്ളത്തിന്റെ ബോട്ടിൽ ടേബിളിൽ വെച്ചിട്ട് അവൾക്കടുത്ത് ഇരുന്നിട്ട് ചോദിച്ചു. ഒന്നുമില്ലമ്മ, ഞാൻ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരുന്നതാണ്. ആര്യയുടെ മടിയിൽ ചാഞ്ഞി കിടന്നിട്ട് വേദു പറഞ്ഞു. ഇതിന് മാത്രം എന്താലോചിക്കാനാ എന്റെ കുട്ടിക്കുള്ളത്? അവളെ തലമുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തിട്ട് ആര്യ ചോദിച്ചു. അവളുടെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടാകോ? അയാളെ കാണാൻ ആഗ്രഹിക്കുന്നോ? അതോ മറ്റെന്തെങ്കിലും വിഷമം എന്റെ കുഞ്ഞിന്റെ ഉള്ളിലുണ്ടോ? താൻ ചോദിച്ചിന് മറുപടി പറയാതെ കണ്ണ് ചിമ്മുക പോലും ചെയ്യാതെ തന്നെ നോക്കി കിടക്കുന്നവളെ കാണേ നിമിഷം നേരം കൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചു കുട്ടിയ ആര്യ. എന്താ മോളെ? ചോദിച്ചുകൊണ്ട് വേദുവിന്റെ കവിളിലും നെറ്റിയിലുമൊക്കെ അരമെടുത്ത് അരോടി ആര്യ. മോളെ. അപ്പോഴും അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കാണി പൊട്ടി വന്ന സങ്കടം മടക്കി പിടിച്ചുകൊണ്ട് അവളെ കുലുക്കി വിളിച്ചു ആര്യ. എനിക്കൊന്നുമില്ലമ്മ. ആര്യയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റിരുന്ന് അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ടാണ് വേദു പറഞ്ഞത്. പിന്നെന്താ അമ്മയുടെ കുഞ്ഞിനെ അമ്മയെ നോക്കിയിരിക്കുന്നേ? എന്റെ മോൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? ഇരു കൈകൾ കൊണ്ടും വേദുവിന്റെ ഇരു കവിളിലും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിറഞ്ഞു കലങ്ങിയ മിഴികളാൽ അവളെ നോക്കിക്കൊണ്ട് ആര്യ തിരക്കി. എന്റെ അമ്മ എത്ര സുന്ദരിയാണ് എന്ന് നോക്കിയതാണ് ഞാൻ. അമ്മയെ കണ്ടാലേ എന്നെ പോലെ ഒരു മോളുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് സിയുടെ അമ്മ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്റെ അമ്മയെ ശരിക്കൊന്ന് നോക്കിയതാണ്. അതിനാണ് കണ്ണ് നിറച്ചിരിക്കുന്നത്. ആര്യയുടെ കവൾ പിടിച്ചു വലിച്ചു വിട്ടാണ് വേദു പറഞ്ഞത്. അമ്മ പേടിച്ചു. വിങ്ങിക്കൊണ്ടാണ് ആര്യ പറഞ്ഞത്. എന്തിന്? വേദു അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നോണ്ട് ചോദിച്ചു. നിനക്ക് എന്തോ വിഷമമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നി. കണ്ണും കവളും തുടച്ചുകൊണ്ടാണ് ആര്യ പറഞ്ഞത്. എനിക്ക് എന്ത് വിഷമം? അഥവാ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് പറയൂലേ? അല്ലെങ്കിൽ തന്നെ എന്റെ മനസ്സിൽ കുഞ്ഞൊരു വിഷമമോ ഇനി സന്തോഷമുണ്ടെങ്കിൽ പോലും രഞ്ജു അങ്കിൾ കണ്ടുപിടിക്കും. സങ്കടമാണെങ്കിൽ ഉടനെ അതിനുള്ള പരിഹാരവും പറഞ്ഞു തന്ന് ആ വിഷമം അപ്പ തന്നെ മാറ്റും. സന്തോഷമാണെങ്കിൽ എനിക്കിപ്പോ സന്തോഷിക്കും. ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും അങ്കിളെന്നെ മനസ്സിലാക്കുന്നോ ആവോ? വീണ്ടും ആര്യയുടെ മടിയിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ടാണ് വേദുവിന്റെ പറച്ചിൽ. ഉറങ്ങണ്ടേ വേദു? നാളെ സ്കൂളുണ്ട്. അവൾ നിരഞ്ജനെ കുറിച്ചുള്ള കാര്യം പറച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടതും ആര്യ തിരക്കി. ഓ, ഈ അമ്മ. ഞാനെന്താ ഉറങ്ങി? കെറുവോടെ പറയുന്നതിനൊപ്പം ആര്യയുടെ മടിയിൽ നിന്ന് ബെഡിലേക്ക് ഇറങ്ങി കിടന്നു വേദു നിരഞ്ജനോട് കൂടുതൽ അടുക്കുന്നുണ്ടെന്ന് തോന്നി ആര്യക്ക്. എപ്പോ എന്ത് കാര്യം പറയുമ്പോഴും അതിനിടെ രഞ്ജു അങ്കിൾ ഉണ്ടാകും. സ്വന്തം അച്ഛനായിട്ടും പ്രവീണിനെ പോലും അവൾക്ക് ഇത്രയും അടുപ്പം ഉണ്ടായിട്ടില്ലെന്ന് ഓർത്തു ആര്യ. നാളെ എന്തെങ്കിലും കാരണത്താൽ നിരഞ്ജൻ അകന്നു പോയാൽ എന്റെ കുഞ്ഞിന് അത് താങ്ങാൻ ആകുമോ? വേദുവിനെ പുണർന്ന് കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളുടെ ഭാരത്താൽ വേദന തിങ്ങും മനസ്സുമായി കിടന്ന ആര്യയ്ക്ക് ആ രാത്രി ഉറങ്ങാനേ ആയില്ല. രാത്രി അഞ്ജുവിനോട് കഥ പറഞ്ഞ നേരം വൈകിയാണ് കിടക്കനെ മുറിയിലേക്ക് കയറി വന്നത്. നിനക്കൊക്കെ രണ്ടിനും ഇതിനു മാത്രം പറഞ്ഞാലും തീരാത്ത കഥ എന്താ നിവി? ബെഡിൽ ഫോൺ നോക്കിയിരുന്നവൻ ഫോൺ ടേബിളിലേക്ക് എത്തിച്ചു വെച്ചുകൊണ്ട് മുഷിവോടെ തിരക്കി. ഞങ്ങൾക്ക് വർത്തമാനം പറയാൻ കാരണങ്ങളൊന്നും വേണ്ട ജിത്തുവേട്ടാ. നിവി പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് വന്നു. ഞാനിവിടെ കുറച്ചു നേരമായി നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെന്ന് നിനക്കൊരു ഓർമ്മയില്ലേ? പെണ്ണിനെ കണ്ണൂട്ടി പേടിപ്പിച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചത്. എനിക്ക് എന്റെ ചിത്തുവേട്ടനെ ഓർമ്മയില്ലാതെ വരുമോ? നീ എന്റെ ജീവനല്ലേ ചിത്തുവേട്ടാ? കൊഞ്ചി ചോദിച്ചുകൊണ്ട് മുഖം താഴ്ത്തി കെറുവോടെ കിടക്കുന്നവന്റെ ചുണ്ടിൽ നിന്ന് മുത്തി നിവി മുത്തി മാറിയോടെ വലിച്ച നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അഭി നേർമയോടെ വിളിച്ചു. പെണ്ണ് അതിലും നേർമയിൽ മൂളി. എനിക്ക് എന്റെ നിവിക്കുഞ്ഞിനോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു, പ്രണയം തോന്നുന്നു. അവളെ നെറ്റിയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അങ്ങേയറ്റം പ്രണയം നിറച്ച ശബ്ദത്തിൽ അഭി പറഞ്ഞു. അതെന്താ ഇപ്പൊ എന്നോടൊരു പ്രത്യേക സ്നേഹം? ചോദിച്ചുകൊണ്ട് അവൾ അവന്റെ മൂക്കിൻ തമ്മിൽ മെല്ലെ കടിച്ചു. ഇപ്പോഴല്ല, എന്നും എപ്പോഴും എനിക്ക് ഈ ഏട്ടന്റെ കുഞ്ഞോട് സ്നേഹം തന്നെയാണ്. പിന്നിപ്പോ എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ അടങ്ങാത്ത പ്രണയം എന്റെ പെണ്ണിൽ ഒഴുകിത്തീർക്കണം. ഇല്ലെങ്കിൽ ഇന്നുറങ്ങാൻ പറ്റില്ലടി നിന്റെ ചിത്തുവേട്ടനെ. അവളെ ചുണ്ടിൽ അമർത്തിയൊന്ന് മുത്തിക്കൊണ്ട് അഭി പറഞ്ഞു. നിവിൻ നേർത്തൊരു പുഞ്ചിരിയോടെ കണ്ണുകൾ ചിമ്മി കാണിച്ചു. അത്രയും മതിയായിരുന്നു അഭിക്ക് അവളിൽ അലിയാൻ. നിന്റെ കണ്ണും മൂക്കുമൊക്കെ ആകെ നീര് വെച്ചതുപോലെ ഉണ്ടല്ലോ ആര്യേ. നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ മോളെ? രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വന്നവളെ വീർത്ത മുഖം കാണി രാധിക തിരക്കി. ഇന്നലെ ഉറങ്ങാൻ കുറച്ച് വൈകിയമ്മ. മുഖം വന്ന് അമർത്തി തുടച്ചിട്ട് ആര്യ പറഞ്ഞു. എന്താടി, എന്തെങ്കിലും വയ്യാക്കി ഉണ്ടായിരുന്ന മോളെ? വേവലാതിയോട് ചോദിച്ചുകൊണ്ട് അവളെ കഴുത്തിലും നെറ്റിയിലും ഒക്കെ തൊട്ടു നോക്കി അവർ. എനിക്ക് വയ്യാക്കി ഒന്നും ഇല്ലമ്മ. എന്തോ ഓരോന്നോർത്ത് കിടന്ന് ഉറങ്ങാൻ വൈകിയതാണ്. ഒരു ഗ്ലാസ് എടുത്ത് രാധിക ഉണ്ടാക്കി വെച്ചിരുന്ന കട്ടൻ ഒഴിച്ച് എടുത്തുകൊണ്ടാണ് ആര്യ പറഞ്ഞത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതോർത്ത് ഇനി നീ വിഷമിക്കരുത് ആര്യേ. അതൊക്കെ ഒരു ദുസ്വപ്നം കണ്ടതാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്റെ മുകളിൽ ചിന്തിച്ചാൽ മതി. ജീവിതം നിന്റെ മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. ദൈവം ഇനിയും നല്ലതെന്തോ നിനക്കായി കരുതി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കേ. ഡിവോഴ്സിനെ കുറിച്ച് ഓർത്താവും ആര്യ വിഷമിച്ചെന്ന തോന്നലിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് രാധിക പറഞ്ഞു. ഞാൻ പ്രവീണുമായി ഡിവോഴ്സ് ആയതോർത്ത് വിഷമിക്കുന്നു എന്നാണോ അമ്മ കരുതുന്നത്? സ്ലാബിൽ ചാരുന്ന കട്ടൻ മോന്തി കുടിച്ചുകൊണ്ട് ചെറു ചീരിയോടെ ആര്യ ചോദിച്ചു. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താ നീ ഉറക്കം പോലും കളഞ്ഞ് ചിന്തിച്ചു കൂട്ടുന്നത്?
ആര്യയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് അവർ തിരക്കി. എനിക്കൊരു കുഞ്ഞില്ലേ അമ്മ, അവളെക്കുറിച്ചല്ലാതെ എനിക്കെന്താ ഇനി ഓർക്കാനുള്ളത്? അവൾക്ക് വേണ്ടി ജീവിക്കണം, അവൾ ആഗ്രഹിക്കും വിധത്തിൽ പഠിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ച് കിടന്ന് ഉറക്കം കിട്ടാഞ്ഞതാണ്. ആര്യ കട്ടൻ കുടിച്ചു കഴിഞ്ഞ് ആ ഗ്ലാസ് കഴുകി വെച്ചുകൊണ്ട് പറഞ്ഞു. നീ നിന്റെ മോളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കും പോലെയാണ് ഞാൻ നിന്നെക്കുറിച്ചും പാഴായി പോകുന്ന നിന്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്. അവളോട് എന്തൊക്കെയോ പറയാനുള്ളൊരു ത്വരയുടെ രാധിക പറഞ്ഞു. എന്നെ ഓർത്ത് അമ്മ വിഷമിക്കേണ്ട. ചെറുതാണെങ്കിലും എനിക്കിപ്പോ ഒരു ജോലിയുണ്ട്. സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുന്ന ഒരു സുഖം ഞാനിപ്പോ അറിയുന്നുണ്ട്. ഞാനും എന്റെ മോളും കൂടെ ഹാപ്പിയായി ജീവിക്കും. രാധികയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവിടെ കഴിച്ചുണ്ട് ചേർത്തുകൊണ്ട് പുഞ്ചിരിയുടെ പറഞ്ഞു ആര്യ. അങ്ങനെ നീയും പേതും ഒറ്റയ്ക്ക് ജീവിച്ചാ എനിക്ക് സന്തോഷമോ സമാധാനവും ഉണ്ടാകും ആര്യേ. തൊണ്ടടറിക്കൊണ്ടാണ് രാധിക തിരക്കിയത്. പിന്നെ ഞങ്ങൾ എന്താ അമ്മ ചെയ്യുക? ഇനി എനിക്ക് എന്റെ മോളും അവൾക്ക് ഞാനും മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. ഈ ജന്മം ഞങ്ങളുടെ വിധി അതാണ്. അത് ഞങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു. പറഞ്ഞുകൊണ്ട് ആര്യ തോരനുണ്ടാക്കാനുള്ള ബീറ്റ്റൂട്ട് അരിഞ്ഞെടുക്കാൻ തുടങ്ങി. നിന്റെ മോള് എത്ര കാലം നിനക്കൊപ്പം ഉണ്ടാകും? പഠിക്കാനും ജോലിക്കുമൊക്കെ അവൾ ദൂരെ പോകും. അന്നേരം നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും ആര്യയെ? അതുപോലെ നാളെ ഒരിക്കൽ വിവാഹം കഴിഞ്ഞ് അവൾ പോകുമ്പോ നീ ഒറ്റയ്ക്കായാൽ ആ കുഞ്ഞെങ്ങനെ സമാധാനത്തോടെ ഭർത്താവിന്റെ ഒപ്പം പോയി ജീവിക്കും? ആര്യയോട് രഞ്ജുവുമായുള്ള വിവാഹക്കാര്യം പറയാൻ ഉറപ്പിച്ചുകൊണ്ട് രാധിക ചോദിച്ചു. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവും എന്നൊക്കെ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ബന്ധത്തിൽ നിന്നും ഞാൻ പുറത്തു വന്നത്. എനിക്കതിൽ പേടിയൊന്നുമില്ല. ഒരു വാണിന്റെ തുണയുണ്ടെങ്കിലേ പെണ്ണിന് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ലമ്മേ. എനിക്ക് എന്റെ മോളെ നന്നായി വളർത്തണം, അവളെ പഠിപ്പിക്കണം, നല്ലൊരു ജോലി നേടിയെടുക്കാൻ അവളെ പ്രാപ്തിയാക്കണം. അത് കഴിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം അവൾക്കുണ്ടാക്കി കൊടുക്കണം. അത്രയ്ക്ക് ഇപ്പോ എന്റെ മനസ്സിലുള്ളൂ. ആര്യക്ക് ഇതപ്പോടെ പറഞ്ഞു നിർത്തി. വേദമോൾക്ക് നല്ലൊരു കുടുംബം വേണമെന്ന് നീ ആഗ്രഹിക്കും മോളെ, നിനക്കും വേണം മോളെ. നിന്നെ സ്നേഹിക്കുന്ന കാര്യത്തിലോട് ചേർത്ത് പിടിക്കുന്ന ഒരു പുരുഷന്റെ കൂട്ട് അമ്മയുടെ പൊന്നുമോൾക്കും വേണം. അത് ഈ അമ്മയുടെ ആഗ്രഹമല്ല, സ്വപ്നമാണ്. നിന്നെ ഓർത്ത് ഓരോ നിമിഷം ഒരുക്കിയാണ് ഞാനിപ്പോ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് നിനക്ക് തുണയായി ഒരാൾ വരണം മോളെ. നെഞ്ചിൽ കൈ അമർത്തി പിടിച്ച് കണ്ണുനീരോടെ രാധിക പറയുമ്പോൾ അവരുടെ വാക്കുകൾ ഏൽപ്പിച്ച ആഘാതത്തിൽ വിറങ്ങിൽ ചെന്നു ആര്യ. ആര്യ ഡി. അമ്മയുടെയും മോളുടെയും സംസാരം കേട്ട് വാതിൽക്ക് നിന്ന അബി ആര്യയുടെ ഭയന്ന പോലുള്ള നിൽപ്പ് കാണേ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. കേട്ടില്ലേ കേട്ടില്ലേ അബി? അമ്മ അമ്മ പറയുന്നത് നീ കേട്ടില്ലേ? എനിക്ക് എനിക്കിനി ഒരു കുടുംബം, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം അമ്മയ്ക്ക് എങ്ങനെ എന്നോട് പറയാൻ തോന്നിയടാ? ഞാൻ ആ വീട്ടിൽ ഒരു പുഴുവിനെ പോലെ ജീവിച്ചത് അമ്മ മറന്നുപോയോ അബി? അബി ചുറ്റിപ്പിടിച്ച് ചോദിച്ചുകൊണ്ട് ആര്യ പൊട്ടിക്കരഞ്ഞു. ആര്യ ഡി, നീ നിനക്കറിയാതെ നമുക്ക് എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാക്കാം. ഇപ്പൊ നീ വാ, ഞാനില്ലേ നിന്റെ കൂടെ. ആര്യൻ ചേർത്ത് പിടിച്ച് പറഞ്ഞുകൊണ്ട് അബി അവളുമായി ഹാളിലേക്ക് പോകാൻ തുനിഞ്ഞതും പിന്നിൽ എല്ലാം കേട്ട് കണ്ണു നിറച്ച് നിവിടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന വേദുവിനെ കാണേ ഇനി എന്ത് ചെയ്യണം പറയണം എന്നറിയാതെ ദയനീയമായി നിവിയെ നോക്കി അബി. എനിക്കിനി ഒരു വിവാഹം ജീവിതമൊന്നും വേണ്ട അബി. നീ അത് അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇനിയും അമ്മ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്റെ മോളെയും കുട്ടി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. ഇനിയും എനിക്ക് ആരുടെയും വീട്ടിലും ആട്ടും തുപ്പും കൊണ്ട് അടിമേപ്പൽ ജീവിക്കാൻ വയ്യ. ഞാൻ അങ്ങനെ ജീവിച്ചാൽ അതാണ് ജീവിതം എന്നോർത്ത് എന്റെ കുഞ്ഞും അതേ പാത പിന്തുടർന്ന് അവളെ ജീവിതവും എന്റേതുപോലെ ആകും. അതെനിക്ക് കാണാൻ വയ്യ. എന്റെ കുഞ്ഞിനെ നല്ലോണം പഠിപ്പിച്ചു വളർത്തി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കണം. അത്രേ ഉള്ളൂ എനിക്ക്. എന്റെ കുഞ്ഞിന് ഞാനേ ഉള്ളൂ അബി, ഞാൻ മാത്രമേ ഉള്ളൂ. അവളെ ഓർത്ത് മാത്രമാണ് ഈ ജീവിതം ഞാനിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത്. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ സ്വയം അവസാനിപ്പിക്കുമായിരുന്നു. നിവിടെ അടുത്തുനിന്ന് വേദുവിനെ വലിച്ച നെഞ്ചിലേക്ക് ചേർത്ത് അബിയുടെ ചുമലിൽ മുഖം ചായച്ചു വെച്ച് കരഞ്ഞുകൊണ്ട് ആര്യ പറഞ്ഞു. ആര്യയെ എടി, നീ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല അമ്മ പറഞ്ഞത്. നീ ഇപ്പോ നിന്റെ മോളെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടും പോലെ അമ്മയുടെ മോളെക്കുറിച്ച് വേവലാതിപ്പെടുന്നു. അത്രയേ ഉള്ളൂ. അതിനാണോ നീ വീട് വിട്ടു പോകുമെന്നൊക്കെ പറയുന്നത്? അബിയോടെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് കല്യാണക്കാരുമേ കേൾക്കണ്ട അബി. ആ ജീവിതം എനിക്ക് വേണ്ട. അത്രയേറെ ഞാൻ അനുഭവിച്ചു. ആരോടും പറയാതെ ഒറ്റയ്ക്കെന്റെ നെഞ്ചിൽ എല്ലാ വേദനയും അടക്കിയാണ് എത്രയോ വർഷങ്ങളായി ഞാൻ ജീവിച്ചത്. ഇനിയും അതുപോലെ ജീവിക്കാനാണോ അമ്മ പറയുന്നത്? എനിക്ക് പറ്റില്ല. ആര് പറഞ്ഞാലും എനിക്കിനി അങ്ങനെ ഒരു ജീവിതം പറ്റില്ല. മൂക്കു വലിച്ചുകൊണ്ട് ആര്യ അബിയോട് തറപ്പിച്ചു പറഞ്ഞു. വേണ്ട, ഒന്നും വേണ്ട, അതൊക്കെ വിട്ടേക്ക്. നിന്നിങ്ങനെ കാണുമ്പോൾ ഉള്ള വിഷമം കൊണ്ട് അമ്മ എന്തൊക്കെയോ പറഞ്ഞതാണ്. ഇനി അതൊന്നും ഓർത്ത് നീ കരയണ്ട. നോക്ക്, നീ ഇങ്ങനെ കരയുന്നത് കൊണ്ടാണ് വേദുട്ടിയും കരയുന്നത്. ഒന്ന് കരച്ചിൽ നിർത്തിക്കാരിയേ. അടുക്കള വാതിൽ നിന്ന് തോർത്തുകൊണ്ട് വാ പൊത്തിപ്പിടിച്ച് കരുന്ന രാധികന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അബി പറഞ്ഞു. മോള് കരയണ്ട അമ്മമ്മ. അമ്മയ്ക്ക് ഇനി ഒരു കല്യാണക്കാര്യം പറഞ്ഞപ്പോ സങ്കടം വന്നു പോയിടി കുഞ്ഞെ. പറഞ്ഞിട്ട് വേദിന്റെ കവളിലെ നീര് തുടച്ചു കൊടുത്തിട്ട് സ്വയം മുഖവും ഒന്ന് അമർത്തി തുടച്ച് കരച്ചിലടക്കാൻ ശ്രമിച്ചു ആര്യ. അബി. അവരുടെ വർത്തമാനമൊക്കെ കേട്ട് കണ്ണുനീരോടുന്ന രാധിക അല്പം ഉച്ച ഉയർത്തി വിളിച്ചു. ആര്യ പറഞ്ഞതൊക്കെ കേട്ട് സങ്കടത്തോടെ കണ്ണു നിറച്ചുന്ന നിവിയും അബിക്കൊപ്പം തന്നെ മുഖം തിരിച്ച് രാധികയെ നോക്കി.
എന്താമേ? തന്നെ വിളിച്ചിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്ന രാധികയുടെ കലിച്ച മുഖം കാണി പരിഭ്രമത്തോടെ ചോദിച്ചു അബി. അബി, ഇവളുണ്ടല്ലോ നിന്റെ പെങ്ങൾ ആര്യ. അവൾ ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മകളാണ്. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട് പൊന്നു പോലെ വളർത്തിക്കൊണ്ടു വന്ന എന്റെ മക്കളിൽ ഒരാൾ ജീവിതം നഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവളുടെ ജീവിതം എങ്ങും എത്താതെ പോകാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ മോളെയും കൊച്ചുമോളെയും പ്രാണനെ പോലെ നോക്കാൻ മനസ്സിൽ ഒരാൾ വന്നാൽ തീർച്ചയായും ഞാൻ ഇവളുടെ കൈ പിടിച്ച് അയാളെ ഏൽപ്പിക്കും. അതിപ്പോ ആരായാലും എനിക്ക് രണ്ടാമത് ചിന്തിക്കാനൊന്നുമില്ല. അവളുടെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കൽ പറ്റിയ അബദ്ധം വീണ്ടും പറ്റില്ല. പിന്നെ കുറച്ചു മുൻപ് അവൾ പറഞ്ഞില്ലേ കുഞ്ഞിനെയും കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അവൾ പോയ പിന്നെ അവൾക്ക് അമ്മയില്ല. അവൾക്ക് മാത്രല്ല നിങ്ങൾക്കും അമ്മയെന്ന് വിളിച്ച് ഓടി വരാൻ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. പറഞ്ഞു കഴിഞ്ഞതും രാധിക മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു. രാധികയുടെ വാശി അറിയുന്ന അഭിഭയത്തോടെ തന്റെ ചുമലിൽ ചാഞ്ഞ് സ്തംഭിച്ചിരിക്കുന്ന ആര്യയെ നോക്കി. അവൾക്കും അറിയാം അമ്മയുടെ വാശി എന്താണെന്ന്. പണ്ടച്ഛനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ഒഴിവാക്കിയ വീട്ടുകാരെ പിന്നീട് ഒരിക്കലും അമ്മ അടുപ്പിച്ചിട്ടില്ല. അമ്മയുടെയും അച്ഛനും അമ്മയും മരിച്ചപ്പോഴല്ലാതെ അമ്മ അങ്ങോട്ട് പോയിട്ടുമില്ല. അച്ഛൻ മരിച്ചു പോയ ശേഷം അമ്മയുടെ സഹോദരങ്ങൾ വന്നപ്പോഴും ആരെയും അമ്മ കണ്ട ഭാവം നടിച്ചില്ല. അതുപോലെ അമ്മയുടെ ഭാവം സ്വത്തുക്കൾ കൊടുക്കാൻ ശ്രമിച്ചപ്പോഴും അമ്മ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. അബിയുടെ കേസിന്റെ സമയത്ത് പോലും ഒരുപാട് വിഷമിച്ചിട്ടും സ്വന്തക്കാരെ അടുത്തമ്മ സഹായം ചോദിച്ചു പോയില്ല. അത്രയേറെ വാശിയുടെ മക്കളെ ചേർത്തണച്ച് വളർത്തിയ അമ്മ വെറും വാക്ക് പറയില്ലെന്ന് 3 മക്കൾ അഞ്ജുവിനൊഴികെ 2 മക്കൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആര്യ വല്ലാതെ പകച്ചു പോയതും. എന്തിനാ ചേച്ചി നീയുമൊക്കെ കരയുന്നത്? ഇവിടെ എന്താ പ്രശ്നം നിവി? ഏട്ടൻ വഴക്ക് പറഞ്ഞു നിങ്ങളെ? രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നടന്ന ബഹളങ്ങളൊന്നും അറിയാതെ സന്തോഷത്തോടെ മുറിയിൽ ഇറങ്ങി വന്ന അഞ്ചു ഹാളിലെ സെറ്റിലിരിക്കുന്ന അബിയുടെയും അവന്റെ തോളിൽ ചാഞ്ഞിരുന്ന് കരയുന്ന ആര്യയും അവളുടെ മടിയിൽ കിടക്കുന്ന വേദുനെയും നോക്കി നിറകണ്ണുകളെ പതറി നിൽക്കുന്ന നിവിക്കടുത്തേക്ക് വന്ന് അഞ്ചു പതിഞ്ഞ ശബ്ദത്തിൽ തിരക്കി. നിവി ഇല്ലെന്ന പോലെ മെല്ലെ എന്ന് മൂളിക്കൊണ്ട് മുഖം തുടച്ചു. പിന്നെ എന്തിനാ നീ ചേച്ചിയും കരയുന്നത്? അഞ്ചു അവരെ മാറി മാറി നോക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. വാ പറയാം. പറഞ്ഞിട്ട് അഞ്ചിന്റെ കൈ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി നിവി. എന്താടി പ്രശ്നം? എന്നെ ടെൻഷൻ ആക്കാതെ ഒന്ന് പറയോ നീ? അഞ്ചു ഇത്തിരി ദേഷ്യത്തിൽ ചോദിച്ചു. ചേച്ചിയോട് ആന്റി കല്യാണക്കാര്യം പറഞ്ഞു പിണങ്ങി. പിന്നീട് നിവി അവിടെ നടന്ന സംസാരം മുഴുവനും അവളെ പറഞ്ഞു കേൾപ്പിച്ചു. സാരില്ലടി, അമ്മ അത് പറഞ്ഞത് നന്നായി. ചേച്ചി ഇപ്പൊ കുറച്ച് വിഷമിച്ചാലും കുറച്ച് കഴിയുമ്പോ രഞ്ജിച്ചേട്ടനോടൊപ്പം ചേച്ചി സന്തോഷമായിട്ട് ജീവിക്കും. നമുക്ക് അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം. ഇന്നത്തെ സംഭവം നിവിയെയും ബാധിച്ചെന്ന് മനസ്സിലായി അഞ്ചു അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കെന്തോ വല്ലാത്ത സങ്കടം വരുന്നുണ്ട് അഞ്ചു. ഞാൻ ഏട്ടന്റെ കാര്യം ആന്റിയോട് പറഞ്ഞത് കാരണമാണോ ഇന്ന് ചേച്ചിക്ക് കരയേണ്ടി വന്നതെന്നൊരു തോന്നൽ. ഇരു കൈകളും വീട്ടിൽ കുത്തി മുഖം കുനിച്ചിരുന്നുകൊണ്ട് പറയുമ്പോൾ നിവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വിഷമിക്കില്ലേ നിവി, ഈ സമയമൊക്കെ കടന്നു പോകും. കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ ചേച്ചിയും ചേട്ടനും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം നിറയും. അതിനെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാടി. നിവിയെ ചേർത്ത് പിടിച്ച് അവളുടെ കവൾ ഒഴുകി പരന്ന കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയുമ്പോൾ അഞ്ചുന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ആരും ഇരിക്കുന്നിടത്തുനിന്നും അനങ്ങുന്നിരുന്ന് കാണേ അഞ്ചു മെല്ലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. പൊതുവെ അടുക്കളയിൽ കയറാൻ മടിയാണ്. പക്ഷെ ഇന്നത്തെ അവിടുത്തെ അവസ്ഥ മോശമായതുകൊണ്ട് അങ്ങോട്ട് കയറാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മടിയോടെയാണെങ്കിലും അവൾ അങ്ങോട്ട് തിരിഞ്ഞു കയറിയത്. പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ കൂട്ടാൻ കടലക്കറിയും പപ്പടവും ഉണ്ട്. ഉച്ചക്കലത്തേക്ക് സാമ്പാറിനും പരിപ്പ് കഷ്ണങ്ങളും വേവിച്ചു വെച്ചിട്ടുണ്ട്. തോരനുള്ളത് പകുതി അരിഞ്ഞു വെച്ചത് അങ്ങനെ തന്നെയുണ്ട്. കുറച്ച് തേങ്ങ തിരുമിയത് ഒരു പാത്രത്തിലുണ്ട്. എല്ലാം ഒന്ന് തുറന്നു നോക്കിയിട്ട് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് ഒരു നിമിഷം നിന്നു അഞ്ചു. പിന്നെ ഹാളിലേക്ക് തന്നെ വന്നു. നിവി എഴുന്നേറ്റ് വാടി. അടുക്കളയിൽ എല്ലാം പകുതിയാക്കിയിട്ടിരിക്കുക അമ്മ. ഇനി ഇപ്പോഴൊന്നും എഴുന്നേറ്റ് വരുമെന്ന് തോന്നുന്നു. ചേച്ചിക്ക് സങ്കടം മാറാതെ അവളെയും പ്രതീക്ഷിക്കണ്ട. നമുക്ക് അവിടെ എല്ലാം ഒതുക്കി വെക്കാം. നിവി അടുത്തൊന്ന് പതിയെ പറഞ്ഞു അഞ്ചു. കുറച്ചു മാറിയിരിക്കുന്ന അബിയെയും അവന്റെ നെഞ്ചോരം ചേർന്ന് ഇപ്പോഴും വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന ആര്യയെയും അവളുടെ മടിയിൽ കിടക്കുന്ന വേദനയും ഒന്നുകൂടെ നോക്കിയിട്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുണ്ട് അഞ്ചിന്റെ കൂടെ അടുക്കളയിലേക്ക് പോയി നിവി. ആര്യയെ ഏറെ നേരമായിട്ടും ആ ഇരിപ്പിരിക്കുന്നവളെ മെല്ലെ വിളിച്ചു അബി. ഒന്ന് മൂളിക്കൊണ്ട് അവിടെ ചുമലിൽ നിന്ന് മുഖമുയർത്തി ആര്യ. നീ മോളെയും കൂട്ടി പോയിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് വലുതും കഴിക്കാം. നേരം ഒരുപാടായി. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കാം. അവളുടെ മുഖത്തെ സങ്കടം അടങ്ങിയിട്ടില്ലെന്ന് കണ്ടെങ്കിലും അത് കാര്യമാക്കാതെ അബി പറഞ്ഞു. അബി, നീ അമ്മയോട് പറയണം, എന്നെ ഒന്നിനും നിർബന്ധിക്കരുതെന്ന്. ഞാനും മോളും സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ. വേദന തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ആര്യ. ഒന്ന് നിർത്താര്യ. അമ്മയുടെ ആഗ്രഹം പറഞ്ഞതാണ്. നിന്റെ ജീവിതം നഷ്ടമാവാൻ കാരണം ഞാനും അമ്മയും കൂടെ ആണെന്നൊരു ചിന്ത ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ട്. ഞങ്ങളാണല്ലോ നിനക്ക് കല്യാണം നടത്തി തന്നത്. അന്ന് നീ ഇപ്പൊ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടില്ലല്ലോ. നല്ലതെന്ന് കരുതി ചെയ്തത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇനിയായാലും നല്ലൊരു ജീവിതം നിനക്ക് കിട്ടിയാൽ നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ ഞങ്ങളുടെ വിഷമം മാറും. ഞങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകും. അത്രയും അമ്മയും ഞാനും ഒക്കെ കരുതുന്നുള്ളൂ.
ഇനിയിപ്പോ അത് വേണ്ടെങ്കിൽ വേണ്ട, നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. അമ്മയോട് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിക്കോളാം. ഇനി നിന്നോട് ഈ കാര്യം പറയരുതെന്ന് നീ ഇനി ഇത് തന്നെ പറഞ്ഞ് കരയണ്ട. ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഇന്നിനി ഷോപ്പിൽ പോകണ്ട, ഞാൻ അളയനെ വിളിച്ചു പറഞ്ഞേക്കാം. അവൾ വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്ന കേൾക്കെ അബി അല്പ സങ്കടത്തോടെ പറഞ്ഞിട്ട് അവൾ തോളിലൊന്ന് തട്ടി. അബി, എടാ. അവന്റെ മുഖത്തെ വല്ലായ്മ കാണി ആര്യ എന്തോ പറയാൻ തുടങ്ങി. വേണ്ട വേണ്ട ആര്യ, ഇപ്പൊ ഒന്നും പറയണ്ട. നീ ചെന്ന് ഫ്രഷ് ആയി വാ. അവളോട് പറഞ്ഞിട്ട് അബി ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി.